കശ്മീരിലെ ഷോപ്പിയാനിൽ ഷുക്കൂറിൽ ഏറ്റുമുട്ടൽ 3 ഭീകരരെ വധിച്ചു. 2 ഭീകരർ കൂടി മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായി സംശയം. മേഖലയിൽ ഭീകരർക്കായി സൈന്യം തെരച്ചിൽ നടത്തുന്നു. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഡ്രോണുകൾ നിർവീര്യമാക്കി സൈന്യം. അതിർത്തി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും. സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്താൻ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിൽ ആൾനാശം സംബന്ധിച്ച് പാകിസ്ഥാൻ 11 പേർ മരിച്ചെന്ന് വെളിപ്പെടുത്തൽ. സ്ക്വാഡ്രൺ ലീഡർ അടക്കം മരിച്ചെന്നും പാകിസ്ഥാൻ. കോഴിക്കോട് പെൺകുട്ടി സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ പിടിയിലായത് അസം സ്വദേശി. പ്രതിയെ പിടികൂടിയത് ഒഡീഷയിൽ നിന്ന്. കുട്ടിയെ എത്തിച്ച ലോഡ്ജും പോലീസ് കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ വീണ്ടും പുലി ഇറങ്ങി. പുതുശ്ശേരി സ്വദേശിയുടെ കോഴികളെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. ആക്രമണമുണ്ടായത് ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീടിന് നേരെ. ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് ചികിത്സയിൽ. മർദ്ദനത്തിന് കാരണം ഉത്സവത്തിനിടെയുണ്ടായ വാക്തർക്കം. സംഭവത്തിൽ 8 പേർ പിടിയിൽ. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ്. പഞ്ചാബിലെ വ്യാജമദ്യ ദുരന്തത്തിൽ 14 മരണം, 6 പേരുടെ നില ഗുരുതരം. മദ്യം കുടിച്ചത് 5 ഗ്രാമങ്ങളിലുള്ളവർ. വ്യാജമദ്യം വിതരണം ചെയ്ത പ്രധാനി ഉൾപ്പെടെ 4 പേർ അറസ്റ്റ്. സ്വർണം വെള്ളി നിരക്കുകൾ.